പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശനിയാഴ്ചയില് അമ്മയുടെ കൂട്ടായ്മയിൽ ധാരാളം സമയം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ട ഒരു പ്രത്യേക കൃപ കർത്താവ് ഇത് കാണുന്ന സകല മക്കൾക്കും നൽകണമേ. ഹല്ലേലൂയ. പിന്നെ നാളെ നമുക്കറിയാലോ അല്ലെ, 8 നോമ്പ്. സെപ്റ്റംബർ 1 തീയതി തുടങ്ങി 8 തീയതി വരെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 8 നോമ്പില് ശക്തമായ വിധത്തിൽ നോമ്പെടുത്തേക്കണം കേട്ടോ. ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടത്തോടു കൂടി 4 കാലികളൊക്കെ അവസാനിപ്പിച്ചേക്കണം. ഈ അച്ഛന് ഈ നോമ്പ് ഉപവാസത്തിനെ കുറിച്ച് പറയാൻ മാത്രമല്ല, ഇതേ കഴിഞ്ഞ മാസത്തിൽ പറയണ്ടായിരുന്നു 15 നോമ്പ്, ഇതേ 8 നോമ്പ്, ഇതേ 3 നോമ്പ്, ഇതേ ഇനി ഡിസംബർ ആകുമ്പോൾ 25 നോമ്പ്, ഇതേ 50 നോമ്പ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തില് സമാധാന സ്വസ്ഥത എന്ന് പറയുന്നതുണ്ടോ? പണ്ട് കാലഘട്ടത്തില് ഇന്നുള്ള സമ്പത്തോ സമൃദ്ധിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കുടുംബങ്ങളിൽ സമാധാന സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് അറിയാവോ? നമ്മുടെ പൂർവീകരെ, പ്രിയ സഹോദരങ്ങൾ, ഈ നോമ്പും ഉപവാസമൊക്കെ കട്ടയ്ക്ക് പിടിച്ചായിരുന്നു. ഈ നോമ്പിന് ഉപവാസത്തിനൊക്കെ അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. യോന പ്രവാചകൻ ആ നിനവേ നിവാസികളുടെ അവരുടെ നഗരത്തിൽ നിശ്ചയമായും വരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വലിയ അനർത്ഥത്തെയല്ല ആ ഉപവാസം വഴി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു തിന്മ അവിടുന്ന് വിട്ടുപോയതുകൊണ്ടോ? നോമ്പിനും ഉപവാസത്തിനും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വരാൻ സാധ്യതയുള്ള അനർത്ഥങ്ങളിൽ നിന്ന് ഒരു സംരക്ഷണ കവചം തീർക്കാനായിട്ട് ശക്തിയുണ്ട്. എപ്പോൾ? അത് ഈശോയോട് ചേർന്ന് നമ്മൾ നോമ്പ് ഉപവാസമൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ അത് ഇതിൽ മാത്രമല്ല, നമ്മുടെ ഈ ഭക്ഷണ കാര്യങ്ങളിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ നോമ്പെടുക്കാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അത് ആവശ്യമില്ലാതെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കരുത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ ഒരു നോമ്പായിട്ട് നമുക്ക് കുറച്ച് നാളത്തേക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വീട്ടുകാരൊക്കെ ആയിട്ടൊരു സംസാരമൊക്കെ വേണം. അല്ലാതെ ഇന്ന് മുതൽ ഞാൻ നോമ്പാണ്, ആരോടും പറയുന്നത് ഫോൺ എടുക്കില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ആൾക്കാർ പേടിക്കാൻ പിന്നെ വേറൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു പ്രൂഡൻസൊക്കെ ഉപയോഗിച്ച് ഒരു സോഷ്യൽ മീഡിയയിലും ഇതൊക്കെ, അതായത് ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരു അഭിഷേകത്തിലേക്ക് കർത്താവ് ഈ ഒരു ദിനത്തിൽ നിങ്ങളെ സഹായിക്കട്ടെ. നാളെ തുടങ്ങി 8 തീയതി വരെ എല്ലാവരും നോമ്പും 8 നോമ്പൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് ശരീരത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് നാം ധ്യാനിക്കുന്നത് അത് ലൂക്കാസ് വിശേഷം 12:7. ഇവിടെ വചനം പറയാണ്, നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ബാച്ചുകാരും ഒരു ഗേറ്റിങ് നിൽക്കുന്ന സമയത്ത് ഒരച്ഛൻ പറഞ്ഞത് ഓർക്കട്ടെ, ഒരച്ഛൻ തമാശ പറഞ്ഞതാണ്. അച്ഛൻ പറയായിരുന്നു, ഇതില് ഈശോയ്ക്ക് സജുവിന്റെ തലമുടി എണ്ണാൻ കുറച്ച് എളുപ്പമായിരിക്കും. പ്രിയ സഹോദരങ്ങൾ, അത് നമ്മുടെ ഈ തലമുടിയുടെ കാര്യം, അത് എന്താ ഈ വചനം അർത്ഥമാകുന്നത്? അതായത് നമ്മുടെ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യം പോലും കർത്താവിന് അറിയാം, എണ്ണപ്പെട്ടിരിക്കും. എന്നിട്ട് പറയണം, ഭയപ്പെടേണ്ട, അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. നോക്ക് സഹോദരങ്ങളെ, നമ്മള് ഭയപ്പെടരുത്. നിങ്ങൾ ഈശോ പറയുന്ന യഹോവയായ ദൈവം, പിതാവായ ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളൊരു പദമാണ് സഹോദരങ്ങളെ, ഭയപ്പെടേണ്ട. നമ്മൾ ഭയപ്പെടരുത് മക്കളെ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതികൂലങ്ങൾ വരുമ്പോൾ അതിനു മുമ്പിൽ സങ്കടപ്പെട്ടും കണ്ണീരൊലിപ്പിച്ചൊക്കെ നിൽക്കല്ലേ സഹോദരങ്ങളെ? കർത്താവിന്റെ വചനം പറയാണ്, പ്രശ്നമൊക്കെ ഉണ്ടാകും, ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കുക. അപ്പം അതുകൊണ്ട് നോക്കിയേ, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കണം. ഭയപ്പെടരുത്. കാരണം നമ്മുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തലമുടിയുടെ കാര്യമല്ല അവിടെ പറയണത്. അതായത് നമ്മുടെ ചെറിയ ജീവിതത്തിൽ കുഞ്ഞൊരു കാര്യമാണെങ്കിൽ പോലും കർത്താവിന് അറിയാം. നിങ്ങൾ ഭയപ്പെടരുത്. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു വിശ്വാസത്തിന്റെ തലമാണ്. ഇത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ഈ വചനത്തിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നത്. നമുക്കറിയാലോ അല്ലെ, ബൈബിളിൽ 8000-ലധികം വാഗ്ദാനങ്ങളാണ്. ആര് വിശ്വസിക്കുന്നുവോ അവരിലേക്ക് ഈ വാഗ്ദാനങ്ങൾ വന്ന് അടയിരിക്കും. ഈശോയെ, ഈ ഒരു അഭിഷേകം, വചനം അത് വാഗ്ദാനമാണെന്നും ആ വാഗ്ദാനം വിശ്വസിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.